ഓർത്തോ സ്പൈൻ ആ ഒരു സെഗ്മെൻറ്റ്, ആ ഒരു ഏരിയയിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്? സോ ഹൗ അഡ്വാൻസ്ഡ് ആർ ദ വേൾഡ് ഓർ ഇന്ത്യ ഫോർ ദാറ്റ് മാറ്റർ ടേക്കിംഗ് കെയർ ഓഫ് സ്പൈൻ? നമ്മൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കഴിഞ്ഞുണ്ടാകുന്ന പാടുകളും ഇഞ്ചുറീസ് അതല്ലെങ്കിൽ ഡാമേജസ് ഇതിനൊക്കെ ഉപരി ഇൻഫെക്ഷൻ എന്നുള്ളൊരു വലിയൊരു ആസ്പെക്റ്റാണ് അല്ലേ? അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഡെവലപ്പ് ആവുന്നിടത്തോളം ഈ ഇഞ്ചുറീസ് ചെറുതാക്കുക അല്ലെങ്കിൽ ഒരു കട്ട് ചെറുതാക്കുക, അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. സ്പൈൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അൺലൈക്ക് യുവർ അതർ ബോൺസ്. ഇപ്പോൾ കൈയും കാലും അതെല്ലാം ഒറ്റൊരു എല്ല് അല്ലെങ്കിൽ ആ എല്ലിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ മാത്രം നിലനിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ്. സ്പൈനിനെ വേർതിരിക്കുന്നത് അത് ഒരു മൾട്ടി സെഗ്മെൻറ്റഡ് സ്ട്രക്ചറാണ്. ഒരു 33 ബോൺസിനെ ഇൻട്രകണക്ട് ചെയ്തുകൊണ്ടുള്ള ഡിസ്കുകൾ, ലിഗമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ മൾട്ടി സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും അതിൽ വരുന്ന. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നമ്മളൊരു ഡോക്ടേഴ്സ് ഡയറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ജസ്റ്റ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ഡോക്ടേഴ്സ് സോ ദാറ്റ് സോഷ്യലി നമ്മളെ ക്രൗഡിനെ ഒന്ന് അവെയർ ആക്കുക പല ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതാണ് നമ്മളെ കോൺവെർസേഷൻ്റെ ഉദ്ദേശം. ഓക്കെ. സോ വി ഹാവ് ഡോക്ടർ രഞ്ജിത്ത് KR, who is a consultant in Ortho Spine Department of Aster Medcity. Welcome, doctor. താങ്ക് യു ധന്യ. ഡോക്ടർ, സ്പൈൻ എന്ന് പറയുന്ന ഒരു വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ബോൺ സ്ട്രക്ചറാണ് എന്നാണ് ജനറലി നമ്മൾ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് വെരി സ്മോൾ, ഒരുപാട് ചെറിയ ചെറിയ ബോൺസ് എല്ലാം കൂട്ടിച്ചേർത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? സ്പൈനൽ കോഡ് എന്ന ഏറ്റവും ബ്രെയിനിനെ ശരീരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിഫ്ലെക്സ് കൊടുക്കുന്ന ഒരു സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്ഷനും കൂടെയാണ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ സ്പൈൻ. 100%. സോ അപ്പോൾ അതിൻ്റെ തന്നെ പറയുന്നത് അബ്സൊല്യൂട്ട്ലി കറക്റ്റാണ്. എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്പൈൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അൺലൈക്ക് യുവർ അതർ ബോൺസ്. ഇപ്പോൾ കൈയും കാലും അതെല്ലാം ഒറ്റൊരു എല്ല് അല്ലെങ്കിൽ ആ എല്ലിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ മാത്രം നിലനിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ്. സ്പൈനിനെ വേർതിരിക്കുന്നത് അത് ഒരു മൾട്ടി സെഗ്മെൻറ്റഡ് സ്ട്രക്ചറാണ്. ഒരു 33 ബോൺസിനെ ഇൻട്രകണക്ട് ചെയ്തുകൊണ്ടുള്ള ഡിസ്കുകൾ, ലിഗമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ മൾട്ടി സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും അതിൽ വരുന്നൊരു ഓവർ യൂസ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ സ്ട്രെയിൻസ് ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ ബൈ അറൌണ്ട് 30 to 40 years of age. അതൊരിക്കലും നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. നമ്പർ 2, സ്പൈനെ പിന്നീട് ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആക്കുന്നത് ഒരു ന്യൂറൽ എലിമെൻറ്റ്സ്, ഞരമ്പുകളുടെ ഒരു പ്രോക്സിമിറ്റി. ഞരമ്പുകളെല്ലാം വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് സ്പൈൻ. അപ്പോൾ ഈ അസ്ഥികളുടെ ഒരു ആവരണം ഞരമ്പുകൾക്ക് ചുറ്റും ഉണ്ടെങ്കിലും ഇതേ പ്രശ്നം തന്നെ ക്യാൻ കോസ് കോംപ്ലിക്കേഷൻസ്. നമ്മളൊരു സർജറി വേണ്ടുന്ന അവസ്ഥയിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഈ ഞരമ്പുകളുടെ അടുത്ത് കൂടെ പോയിട്ടാണ് സ്ക്രൂസും മറ്റുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പൊതുവെ സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കിടപ്പായി പോകും. അതൊരു പഴയകാല ഒരു വിശ്വാസമാണ്. അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് 90s മറ്റും സ്പൈൻ സർജറി ഇത്രയും ഇവോൾവ് ആയിട്ടില്ല നമ്മുടെ നാട്ടിൽ. അറ്റ്ലീസ്റ്റ് ഈ ലാസ്റ്റ് ഒരു 1 to 2 decadesലാണ് ഒരുപാട് അഡ്വാൻസസ് ഇൻ ദി ടെക്നോളജിക്കൽ സൈഡ് അല്ലെങ്കിൽ ആ ഒരു നോളജ് സൈഡ്. സ്പൈൻ സർജറീസിൽ വരുന്ന ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഒരുപാട് ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് 1 to 2 decadesലാണ്. പണ്ടൊക്കെ ഓർത്തോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഓർത്തോ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഓർത്തോ സർജൻ, അതാണ് നമുക്ക് അറിയുന്നത്. പക്ഷേ ഇന്ന് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട് അല്ലേ? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ന്യൂറോ ആൻഡ് സ്പൈൻ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഓർ റാദർ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടായിരിക്കാം ഓർത്തോ സ്പൈൻ എന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പണ്ട് കാലത്തെല്ലാം എല്ലാ ഡോക്ടേഴ്സും എല്ലാ സർജറീസും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഏറ്റവും പഴയ കാലങ്ങളെടുത്ത് ഞാൻ MBBS പഠിച്ച ഡോക്ടറാണ് എല്ലാം ചെയ്യുന്നത്. പനിയാണെങ്കിലും അപ്പൻഡിക്സ് ആണെങ്കിലും മറ്റ് സർജറീസ് എല്ലാം, ഈവൻ ഓർത്തോപെഡിക്സ് ആണെങ്കിലും അവർ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ നോളജ് ഒരു ഓരോരോ സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവുകയും അത് ശരിക്കും പേഷ്യൻ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു നോളജ് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ടൈസ് ഓരോ സബ് സ്പെഷ്യാലിറ്റിയിൽ കൂടുന്തോറും കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള ഇവോൾവ്മെന്റ്സ് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഓഫ് കോഴ്സ് അതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാവാം, അതിലിപ്പോൾ പേഷ്യൻസിൻ്റെ ഡിമാൻഡ്സ് കൂടിയിട്ടുണ്ടാവും. അവർ തേടി പോകുന്ന ഡോക്ടർ ആദ്യകാലത്ത് ഒരു ഫിസിഷ്യനെ കാണുകയാണെങ്കിൽ ഇന്ന് നമുക്ക് അവർക്കൊരു ലിവറിൻ്റെ ഡോക്ടറെ കാണണം അല്ലെങ്കിൽ കിഡ്നിയുടെ ഡോക്ടറെ കാണണം. എനിക്ക് തോന്നുന്നു ഓർത്തോയിൽ കാലിൻ്റെ കാര്യമാണെങ്കിൽ ഒരാൾ നോക്കും, ഷോൾഡറിൻ്റെ കാര്യമാണെങ്കിൽ ഒരാൾ നോക്കും. ഇപ്പോൾ ലാസ്റ്റ് മെഡ്സിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നോളജീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൺസൾട്ടൻസ് ഉണ്ട് ഓർത്തോയില്. അതിലിപ്പോൾ കയ്യിനൊരാളുണ്ട്, കാലിനൊരാളുണ്ട്. എപ്പോഴും അതൊരു പേഷ്യന്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെ. പക്ഷേ എന്തൊക്കെ വന്നാലും ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷനും ഡെഫിനറ്റ്ലി ഉണ്ട്. മൾട്ടി ഡിസിപ്ലിൻ അപ്രോച്ചാണ് മെജോറിറ്റി ഓഫ് ദി ടൈം. നമുക്കിപ്പോൾ നമ്മളൊരു ടെർഷ്യറി അല്ലെങ്കിൽ ക്വാട്ടർണറി സെന്റർ പോലത്തെ ഹോസ്പിറ്റൽസിൽ എപ്പോഴും ഒറ്റൊരു പരിക്കുമായി, ഇപ്പോൾ ഇഞ്ചുറീസ് ആണെങ്കിൽ തന്നെ ഒറ്റൊരു പരിക്കുമായിട്ടായിരിക്കില്ല ചിലപ്പോൾ പേഷ്യൻ്റ്. കയ്യിനും കാലിനും സ്പൈനും ചിലപ്പോൾ ഒരേ സമയത്ത് പരിക്ക് പറ്റാം. അതിൻ്റെ കൂടെ ഇപ്പോൾ വയറിനോ അല്ലെങ്കിൽ തലച്ചോറിനോ പരിക്കുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു മൾട്ടി ഡിസിപ്ലിൻ അപ്രോച്ച്. ജനറലി എനിക്ക് തോന്നുന്നു
ഈ പറഞ്ഞ പോലെ ഒരു RTA റോഡ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന ഒരാളെ ഒരു കോമൺ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ. ഒരു കോംപ്ലക്സ് ട്രോമാസ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ കേറ്റർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം പേഷ്യൻസ് ഡെഫിനറ്റ്ലി മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് തന്നെ. I'm sure doctor would have gone through such complex procedures multiple times. ഒരുപാട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓർത്തോ സ്പൈൻ ആ ഒരു സെഗ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഉള്ളതിൽ ഏറ്റവും നൂതനമായ ടെക്നോളജീസൊക്കെ ആസ്റ്റമറ്റ് സിറ്റിയിലും അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു അനുഭവവും അഭിപ്രായവും ഒക്കെ. സോ ഹൗ അഡ്വാൻസ്ഡ് ആർ ദ വേൾഡ് ഓർ ഇന്ത്യ ഫോർ ദാറ്റ് മാറ്റർ ടേക്കിംഗ് കെയർ ഓഫ് സ്പൈൻ? ഐ തിങ്ക് നമ്മളിപ്പോൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റേഴ്സിനോട് കിടപിടിക്കാവുന്ന അളവിലുള്ള എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസും നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ എന്ന് മാത്രമല്ല നമുക്കിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ലഭ്യമായിട്ടൊരു സിറ്റുവേഷൻ അറ്റ് പ്രസൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ ഒരു ഫീൽഡിൽ വരുന്ന നോളജ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് ചാൻസസ് ഇപ്പോൾ വളരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഫെലോസ് ആണെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിനെയൊക്കെ സ്പൈൻ സർജറിയിൽ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരെ അറ്റ് പ്രസൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സബ്ജക്റ്റിലൊരു നോളജ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ഒരു 10-20 ഇയേഴ്സിൽ ഇറ്റ് ഹാസ് ബീൻ കൈൻഡ് ഓഫ് റെവല്യൂഷണറി അഡ്വാൻസ് ആ ഒരു നോളജിലുള്ളത്. നമ്പർ 2 ടെക്നോളജിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, ആദ്യം ഓപ്പൺ സർജറി ആയിരുന്നു, ഇപ്പോൾ കീ ഹോൾ സർജറീസ് ആണ്. കീ ഹോൾ സർജറീസ് തന്നെ മൈക്രോസ്കോപ്പിക് ഉണ്ട്, എൻഡോസ്കോപ്പിക് ഉണ്ട്, ട്യൂബുലർ, അങ്ങനെ മൾട്ടിപ്പിൾ അഡ്വാൻസ്മെന്റ്സ് വിച്ച് ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദി പേഷ്യൻസ് ആക്ച്വലി. അതൊരു നമ്മൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കഴിഞ്ഞുണ്ടാവുന്ന പാടുകളും ഇഞ്ചുറീസ് അതല്ലെങ്കിൽ ഡാമേജസ് ഇതിനൊക്കെ ഉപരി ഇൻഫെക്ഷൻ എന്നുള്ളൊരു വലിയൊരു ആസ്പെക്റ്റാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഡെവലപ്പ് ആവുന്നിടത്തോളം ഈ ഇഞ്ചുറീസ് ചെറുതാക്കുക അല്ലെങ്കിൽ ഒരു കട്ട് ചെറുതാക്കുക അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ. നമ്മൾ സ്പൈനിൽ പറയുന്നത് കൊലാട്രൽ ഡാമേജ് ആണ്. സോ യു അവോയ്ഡ് ദി കൊലാട്രൽ ഡാമേജ്. ഇപ്പോൾ ഒരു അസുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ പറയുന്ന മിനിമലി ഇൻവേസീവ് അല്ലെങ്കിൽ ഈ കീ ഹോൾ സർജറീസിലൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് റീകവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ എല്ലാ പേഷ്യൻസിനും എന്താണ് ഇപ്പോൾ പെയിൻ മാറണം ഓഫ് കോഴ്സ്. നമ്പർ 2 ദേ ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദർ വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ഡേയ്സ് കുറയ്ക്കുക എന്നുള്ളൊരു ബെനിഫിറ്റ് പ്ലസ് ഇപ്പോൾ ഇക്കണോമിക് ബേർഡൻ ആണെങ്കിലും അപ്പോൾ എല്ലാ കാര്യത്തിനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. വെരി ഗ്രേറ്റ് അഡ്വാൻസസ് ആർ ബീങ് ഹാപ്പനിങ്.